നഷ്ടപ്പെടുത്തുന്ന ഒരു മിസ്റ്റേക്ക് റിപ്പോർട്ടിംഗിലാണ്. ക്യാമ്പയിന്റെ റിസൾട്ട് ഉണ്ടാകും, ROIs നല്ലതായിരിക്കും, പക്ഷേ ക്ലയന്റിന് അതൊന്നും ആയിരിക്കില്ല വേണ്ടുന്നത്. റിലേഷൻഷിപ്പ് അധികകാലം നിലനിന്ന് പോകണമെങ്കിൽ ക്ലയന്റിന് മനസ്സിലാവുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. കാരണം ക്ലയന്റിന്റെ നമ്പേഴ്സ് അല്ല വേണ്ടുന്നത്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിന് എന്ത് റിസൾട്ട് കിട്ടി എന്നൊരു ആൻസർ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 3 ടൂൾസ് ഉപയോഗിക്കുന്നത് റിപ്പോർട്ടിംഗ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യത്തേത് ലുക്കസ് സ്റ്റുഡിയോ. മെറ്റ ആഡ്സ്, ഗൂഗിൾ ആഡ്സ്, GA4 ഇതെല്ലാം തന്നെ ഒരേ ഡാഷ്ബോർഡിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. മാനുവൽ റിപ്പോർട്ട്സ് തയ്യാറാക്കുന്ന സമയം ഇതോടെ ഒരുപാട് കുറഞ്ഞു കിട്ടും. രണ്ടാമത്തത് ക്ലോഡ് ആണ്. ഞാൻ അതിലെ റിപ്പോർട്ട് സമ്മറൈസ് ചെയ്യാനല്ല പറയാറ്, പകരം വൈ ഡിഡ് പെർഫോമൻസ് ചേഞ്ച്, വാട്ട് ഷുഡ് ബി ഇംപ്രൂവ് നെക്സ്റ്റ് മന്ത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ക്ലയന്റിന്റെ ഡേറ്റ അല്ല, ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്ന ഇൻസൈറ്റ് ആണ് വേണ്ടുന്നത്. മൂന്നാമത്തേത് നോഷൻ ആണ്. മീറ്റിംഗ് നോട്ട്സ്, കഴിഞ്ഞ മാസത്തെ ഒബ്സർവേഷൻസ്, നെക്സ്റ്റ് മന്ത് ആക്ഷൻ ഐറ്റംസ് ഇതെല്ലാം ഒരിടത്ത് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഓരോ മാസവും വീണ്ടും വീണ്ടും സീറോയിൽ തന്നെ തുടങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇവിടെ ഒരു കാര്യം മാത്രം ഓർക്കുക, ടൂൾസ് റിപ്പോർട്ട് ഉണ്ടാക്കില്ല, തിങ്കിങ് ആണ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. ഒരു നല്ല റിപ്പോർട്ടിന് 3 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് കഴിയണം. എന്ത് വർക്ക് ചെയ്തു, എന്ത് വർക്ക് ചെയ്യില്ല, അടുത്തത് എന്ത് ചെയ്യണം. നിങ്ങൾ ഈ ക്ലയന്റ് റിപ്പോർട്ടിന് യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതാന്നുള്ളത് ഒന്ന് കമന്റിൽ പറഞ്ഞോളൂ. ഇതേപോലത്തെ വീഡിയോസിനായിട്ട് എൻട്രിയുടെ പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട.